ഹലോ എവ്രി വൺ, വെൽക്കം ടു കുട്ടു എൻ്റർടൈൻമെൻറ്റ്സ്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും ജിമ്മിലേക്ക് പോകുന്ന വീഡിയോ ആണിത്. ഞാൻ ഡിസംബർ ക്രിസ്മസിന് മുമ്പാണ് ജിമ്മിൽ പോയത്. അതിനുശേഷം ഞാൻ ന്യൂ ഇയർ ഓൺവേർഡ്സ് പോകണം എന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ടുലി, ഷീസ് ഫ്രം നമീബിയ. അപ്പോൾ നമ്മൾ ഓഫീസിൽ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, ജിമ്മിൽ നമ്മൾ ഒരുമിച്ച് പോകാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ 11 മണിയാകുമ്പോൾ എന്നോട് വരാൻ പറഞ്ഞതാണ് ആൾ. പക്ഷേ ഞാൻ എണീറ്റപ്പോഴത്തേക്കിനും തന്നെ ഒരുപാട് ലേറ്റായി. 11 മണിയായി ഞാൻ എണീറ്റപ്പോൾ തന്നെ. സൺഡേ ആയത് കാരണം വളരെ വൈകിയാണ് എണീറ്റത്. അപ്പം ഞാൻ പറഞ്ഞു സ്കിപ്പ് ചെയ്താലോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ പുള്ളിക്കാരത്തി ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ട് പറഞ്ഞു സാരമില്ല, യു ടേക്ക് യു ടൈം, 1 മണിയാകുമ്പോൾ നീ റെഡി ആയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1 മണിയായപ്പോൾ പോവാണ്. ഇതിപ്പം ജിമ്മിലേക്കുള്ള വഴിയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഒരു വലിയ വിൻമില്ലാണ്. അവിടെ വിൻഡിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തൊക്കെയോ മെഷീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരു തവണ ഇത് കണ്ടിട്ടുണ്ട്. മെയിൻലി കുറേ സിമുലേഷൻ ചെയ്യാനുള്ള മെഷീൻസാണ് അവിടെ ഉള്ളത്. ഈ കാണുന്നതൊക്കെ ലാവൻഡറിൻ്റെ ചെടികളാണ്. സ്പ്രിങ് ടൈമിൽ അതിനകത്ത് നല്ല പൂക്കളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിപ്പോൾ വിൻ്റർ ആയത് കാരണം ചെടിയൊക്കെ ഉണങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ്. ചെറിയൊരു മിസ്റ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അപ്പിയറൻസ് ആണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. മൂടിയ ഒരു മഞ്ഞൊക്കെ മൂടിയ പോലത്തെ ഒരു ലുക്കാണിത്. ഓരോ സീസണിലും ഈ ക്യാമ്പസിലൂടെ നടക്കുമ്പം വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഒരു പ്രോപ്പർ വിൻ്റർ വൈബാണ്. സ്നോ വരുമ്പോഴത്തേനും ടോട്ടലി ഡിഫറെൻ്റാണ്. സ്പ്രിങ് വരുമ്പോൾ ഒരു രക്ഷയില്ല. ഭയങ്കര മനോഹരമായ പൂക്കൾ, ലാവൻഡേഴ്സ്, റോസസ്, പിന്നെ ഡേസി, ഒരുപാട് പൂക്കൾ ഇവിടെ ഉണ്ടാകും. ഈ കാണുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്താംപ്ടൻ്റെ ലൈബ്രറിയാണ്. വളരെ വിപുലമായ ബുക്സിൻ്റെ കളക്ഷൻ ഇവിടെയുണ്ട്. അതുമാത്രമല്ല ഓൺലൈൻ റിസോഴ്സസും ശരിക്കും ഉണ്ട്. ഇത് ലൈബ്രറിയുടെ ചുറ്റിനുമുള്ള ഗാർഡനാണ്. ഇവിടെ ഇപ്പം പറഞ്ഞല്ലോ വിൻ്റർ ആയത് കാരണം കമ്പാരിറ്റീവ്ലി പൂക്കളൊക്കെ വളരെ കുറവാണ്. കുറച്ച് വൈറ്റ് റോസും പിന്നെ ചെറിയ വളരെ കുറച്ച് റെഡ് റോസ് മാത്രമേ ഉള്ളൂ. സ്പ്രിങ്ങിൽ ഇവിടെ ഒരുപാട് പൂക്കളാണ്. ഫുള്ളി ആ കാണുന്ന ഉണങ്ങിയ ചെടികൾ മൊത്തം റോസാണ്. വളരെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് റോസസ്, ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ബ്ലഡ് റെഡ് ഒക്കെ ഉണ്ട്. ഇത് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയുടെ സൈഡിലുള്ള 3 സ്റ്റാച്യൂസാണ്. എന്താണ് ഇതിൻ്റെ മീനിങ്? 3 അല്ല 4 ഉണ്ട്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഒന്നും എനിക്കറിയില്ല. കണ്ടോ, ഇത് സ്പ്രിങ്ങിലെ ആ സെയിം സ്റ്റാച്യൂവിൻ്റെ വ്യൂ ആണ്. ഇതേപോലെ പൂക്കളാണ്, ലാവൻഡേഴ്സും റോസും. ഞാൻ അവിടെ നിന്ന് പയ്യെ വീണ്ടും നടക്കുകയാണ് നമ്മുടെ ജിം ലക്ഷ്യമാക്കിയിട്ട്. ജിമ്മ് ലൈബ്രറിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഹാർഡ്ലി ഒരു 10 മിനിറ്റ് എനിക്ക് നടക്കാനില്ല. അതിനുള്ളിൽ തന്നെ എനിക്ക് ജിം ആക്സസ് ചെയ്യാൻ പറ്റും. ഈ കാണുന്നത് പഴയ ജിമ്മാണ്. പഴയ ജിമ്മിനോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് പുതിയ ജിം വന്നിരിക്കുന്നത്. പഴയ ജിമ്മ് ഇപ്പോൾ ഫുള്ളി സ്വിമ്മിംഗ് പൂള് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. സ്വിമ്മിംഗ് ലെസൺസ് മൊത്തം നടക്കുന്നത് അവിടെയാണ്. അതിൻ്റെ തൊട്ടപ്പുറേ കാണുന്നതാണ് നമ്മുടെ പുതിയ ജൂബിലി സ്പോർട്സ് സെൻറ്റർ. അവിടെ ജിം മാത്രമല്ല ഉള്ളത്, അവിടെ മറ്റൊരുപാട് കാര്യങ്ങൾ ലൈക്ക് ക്ലൈമ്പിംഗ് ഉണ്ട്, പിന്നെ കുറേ ഫിറ്റ്നസ് സ്റ്റുഡിയോസ് ഉണ്ട്, പിന്നെ കുറേ ഇൻഡോർ കോർട്ടുകളുണ്ട്. അത് കൂടാണ്ട് തന്നെ ജിം വളരെ വലിയ ലേറ്റസ്റ്റ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി ജിമ്മാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. മന്ത്ലി പ്രീമിയം പ്ലാനിന്, അതായത് നമുക്ക് സ്വിമ്മിംഗ് പൂളും പിന്നെ ക്ലൈമ്പിങ്ങും പിന്നെ ഫിറ്റ്നസ് ക്ലാസ്സിൻ്റെ എല്ലാ പ്രീമിയർ ലെസൺസ് എല്ലാം കൂടി എടുക്കാവുന്നതിന് 33 പൗണ്ട്സാണ്. ചെന്ന ഉടനെ തന്നെ ഞാൻ വെള്ളം റീഫിൽ ചെയ്തു എൻ്റെ ബോട്ടിലിൽ. ജിമ്മിൻ്റെ താഴത്തെ ഒരു കോറിഡോറാണ് ഈ കാണുന്നത്. ഞാൻ ആക്ച്വലി ജാക്കറ്റൊക്കെ ഇട്ടാണ് പോയത്. ഇവിടെ നല്ല തണുപ്പാണ്, നിയർലി 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഞാൻ എൻ്റെ ജാക്കറ്റും മറ്റ് ബിലോങ്ങിങ്സൊക്കെ സേഫായിട്ട് വെക്കാനായിട്ട് നേരെ മുകളിലേക്ക് പോവാണ്. അവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കുറേ റാക്കുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോയി. ഈ മുകളിൽ നിന്ന് ഇത് ജിമ്മിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആ ദൂരെ കാണുന്നതാണ് ക്ലൈമ്പിങ്ങിൻ്റെ വോൾ. ബോൾഡറിങ് അങ്ങനെ എങ്ങാണ്ടോ ഇതിന് പറയും, എനിക്ക് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയത്തില്ല. ഞാൻ സോഫാർ ക്ലൈമ്പിങ് ട്രൈ ചെയ്തിട്ടില്ല. അതിന് കുറേ അവിടെ ഇൻസ്ട്രക്ടറൊക്കെ ഉണ്ട് ഇത് ക്ലൈമ്പിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. വൺസ് ഒന്ന് ടോൺഡ് ആയതിനു ശേഷം ഞാനത് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. കുറച്ചുകൂടെയൊക്കെ മസിൽസ് ബിൽഡ് ചെയ്യാനുണ്ട് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ, ഇതിനകത്ത് പോകണമെങ്കിൽ. കുറച്ച് നേരം അത് നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചേഞ്ചിങ്ങിലേക്ക് പോകുന്നു. ചേഞ്ചിങ്ങിന് ഇവിടെ ഒരുപാട് സ്പേസസ് ഉണ്ട്. അവിടെ നമുക്ക്
വാഷ്റൂംസ് ഉണ്ട്. പിന്നെ അതല്ലാണ്ട് നമുക്ക് കുളിക്കണമെങ്കിൽ കുളിക്കാം. പിന്നെ അതേപോലെ നമുക്ക് ഡ്രസ്സ് ചേഞ്ചിങ്ങിനായിട്ട് ഒരുപാട് സ്പേസസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ സേഫായിട്ട് വെക്കാനായിട്ട് ഇതേപോലത്തെ ഒരുപാട് സേഫ് ലോക്സ് ഉണ്ട്. സോ ഞാൻ എൻ്റെ ജാക്കറ്റും അങ്ങനെ കുറച്ച് സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ ബാഗും ഒക്കെ ഞാൻ അതിൽ വെച്ചു. അത് ലോക്ക് ചെയ്യാം. നമുക്കത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്കതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു 4 ഡിജിറ്റ് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ബിലോങ്ങിങ്സൊക്കെ അകത്ത് വെച്ചിട്ട് നമുക്കത് ലോക്ക് ചെയ്യാം. സോ ഞാൻ അതിനകത്തുനിന്ന് എൻ്റെ വാട്ടർ ബോട്ടിലും ടവലും ഇത് രണ്ടും ഞാൻ പുറത്തെടുത്തു. എനിക്ക് ജിമ്മിലേക്ക് പോകും ഇത് രണ്ടും ആവശ്യമുണ്ട്. പിന്നെ ചേഞ്ചിങ് റൂമിൽ ഞാൻ കയറി. ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ ജിം ഡ്രസ്സിലാണ് വന്നത്. തണുപ്പ് കാരണം ഞാൻ ജാക്കറ്റ് മാത്രമേ എക്സ്ട്രാ ഇട്ടിരുന്നു അതിൻ്റെ പുറത്ത്. സോ ഞാൻ ആ ജാക്കറ്റ് മാത്രം റിമൂവ് ചെയ്തു. ബാക്കി എൻ്റെ അറ്റയർ എന്ന് പറയുന്നത് ജിം കോസ്റ്റ്യൂം തന്നെയാണ്. ഞാൻ എന്നിട്ട് ആ ജാക്കറ്റ് ഞാൻ കൊണ്ടുവന്ന അങ്ങനെ എൻ്റെ ജാക്കറ്റും എൻ്റെ ബാഗും ഞാൻ സേഫായിട്ട് അതിനകത്ത് വെച്ചു. വാട്ടർ ബോട്ടിലും ടവലും ഞാൻ പുറത്തെടുത്തു. എന്നിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് ഞാൻ ആ ലോക്ക് കൃത്യമായിട്ട് അടച്ചു. ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഏത് സേഫിലാണ് വെച്ചോ എന്നുള്ളതിൻ്റെ നമ്പർ നമ്മൾ നന്നായിട്ട് ഓർക്കണം. എനിക്കൊരു തവണ ഞാൻ എവിടെയാണ് വെച്ചതെന്ന് ഞാൻ മറന്നു പോയിട്ട് തിരിച്ചു വന്നിട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടും എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു നമുക്ക് കുറേ മിററൊക്കെ വെച്ചിട്ടുള്ള നല്ല നമുക്ക് നമ്മുടെ അപ്പിയറൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. കഴിഞ്ഞിട്ട് ഞാൻ നേരെ താഴേക്ക് പോവാണ്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ജിം. നേരെ വന്നിട്ട് കുറച്ച് നേരം ഒന്ന് വാമപ്പ് ചെയ്യാനായിട്ട് ട്രെഡ്മിൽ കയറി. ഇത് എലിപ്റ്റിക്കൽസ് ആണ്, അത് ചെയ്തു. പിന്നെ ഈ ടെക്നോ ജിം എന്ന് പറയുന്ന ഒരു ആപ്പുമായിട്ട് ഈ എല്ലാ മെഷീൻസും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു ട്രെയിനറുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് ആ ആപ്പ് ത്രൂ തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെസ്റ്റ് പ്രസ് ഒക്കെ ചെയ്തതാണ്. ജിമ്മ് സൺഡേ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ചെസ്റ്റ് പ്രസ്, ഷോൾഡർ പ്രസ്, ലെഗ് പ്രസ്, ഈ വർക്കൗട്ട്സ് മൊത്തം ഞാൻ ചെയ്തു. ഇന്ന് ഏകദേശം ഒരു 2 hours പ്ലസ് ഞാൻ ജിമ്മിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടും കൂടെ ഉള്ളത് കാരണം നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനമൊക്കെ പറഞ്ഞ് കളിയും ചിരിയൊക്കെ ആയിട്ട് ചെയ്തത് കാരണം സമയം പോയത് അറിഞ്ഞേയില്ല. സോ ഫ്രം നൗ ഓൺ ഐ ആം പ്ലാനിങ് ടു ബി കൺസിസ്റ്റൻറ്റ്. അങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്. ബിക്കോസ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തു. ഡിസംബർ വെച്ച് നോക്കുമ്പം ഇന്ന് January 17 എനിക്ക് 2 കിലോ ലോസ് ആയിട്ടുണ്ട് അപ്രോക്സിമേറ്റ്ലി. ഐ എം റിയലി ഹാപ്പി ടുഡേ ആൻഡ് ഐ ആം പ്ലാനിങ് ടു ബി കൺസിസ്റ്റൻറ്റ്.